പലരും ഇൻവെൻട്രിയും അക്കൗണ്ട്സും സെപ്പറേറ്റ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ദേ ആർ യൂസിങ് 2 സെപ്പറേറ്റ് സോഫ്റ്റ്വെയർസ്. അപ്പോൾ ഇൻവാക്സ് ഈ രണ്ടും കൂടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോമിലാണ് ചെയ്യുന്നത്. വൈ ഈസ് ദാറ്റ് ആൻഡ് ഹൗ ഡു യു ഡു ദാറ്റ് ബെറ്റർ? മെയിൻ പ്രശ്നം അക്കൗണ്ട്സ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ പേടിച്ചു പോകാറുണ്ട്. പണ്ട് മുതലേ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അക്കൗണ്ടൻറ്റ് മാത്രം ചെയ്യേണ്ട ഒരു പണിയാണ് എന്ന് പറയുന്ന രീതി മാറ്റി വെച്ചതുകൊണ്ടും ഈ അക്കൗണ്ടൻറ്റ് അവരുടെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കാനായിട്ട് അവരുടെ ഫുൾ ഡാറ്റ അവരുടെ കൺട്രോൾ വേണമെന്നുള്ളതുകൊണ്ടും ബില്ല് ഒരു സോഫ്റ്റ്വെയറിൽ അടിക്കുന്നു, ഈ ബില്ലെല്ലാം കൂടി ഇയാൾക്ക് കൊടുക്കുന്നു, ഇയാൾ ഇത് വെച്ചിട്ട് ഒരു അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നു. പക്ഷേ ആഫ്റ്റർ GST ഇതിന് വലിയൊരു മാറ്റം വന്നു. കാരണം ഇപ്പോൾ ഈ ഇൻവോയ്സ്, EVA ബില്ല് തുടങ്ങിയ സ്റ്റാറ്റ്യൂട്ടായിട്ടുള്ള പല കാര്യങ്ങളും സ്ട്രൈറ്റ് അവേ സിസ്റ്റത്തിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നപ്പോഴത്തേക്ക് ഈ ഒരു പ്രോസസ് ഒരു പരിധി നിന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ഇത് മെയിൻലി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് ഇപ്പോഴും ഈ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു അൺടച്ചബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട്. ആക്ച്വലി അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വാട്സാപ്പ് ഉപയോഗിക്കുന്ന ലാഘവത്തിൽ ഒരു നോർമൽ സ്കൂൾ എഡ്യൂക്കേഷൻ ആളെ കൊണ്ടുപോയി നമുക്ക് അക്കൗണ്ട്സ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ഡെബിറ്റ് ക്രെഡിറ്റ് നെയിംസ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് റിസീപ്റ്റ്സ് പേയ്മെൻറ്റ്സ് ഏതൊരാളിനും മനസ്സിലാവുന്ന ഒരു വാക്കാണ്. ഇങ്ങനെ കുറേ ഏരിയയിൽ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മാത്രമാണ്, അല്ലെങ്കിൽ ഇൻവെൻട്രി ഒരു സൈഡിൽ കൂടെയും അക്കൗണ്ട്സ് വേറെ ഏരിയയിൽ കൂടെ പോയി കഴിഞ്ഞാൽ പ്രോപ്പർ ഡിസിഷൻസ് പലപ്പോഴും എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇൻവാക്സ് ഫോക്കസ് ചെയ്ത് പണ്ട് മുതലേ ഫോക്കസ് ചെയ്ത് തെറ്റുകയാണ്. ബില്ലടിക്കുക, പർച്ചേസ് ഇടുക, ഒരു സ്ഥാപനത്തിൻ്റെ 50% ജോലി അവിടെ കഴിഞ്ഞു. പിന്നെ വരുന്നത് എന്താ? റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ത്രൂ ബാങ്ക് ത്രൂ വരാം, അല്ലെങ്കിൽ ക്യാഷ് ത്രൂ വരാം, പല രീതിയിൽ വരാം. ഇത് സിംപ്ലിഫൈ ചെയ്യുന്നൊരു ഫോംസിലാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ബില്ലടിക്കുന്ന ആളിനെ കൊണ്ടുതന്നെ നമുക്ക് ഈ അക്കൗണ്ട്സും ചെയ്യിപ്പിക്കാം. അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞ ആളുടെ ഡ്യൂട്ടി പലരുടെയും തെറ്റിദ്ധാരണ ഡാറ്റ ഫീഡിങ് ആണ്. ആക്ച്വലി അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടി ഞാൻ വിചാരിക്കുന്നത് ഈ വന്ന ഡാറ്റാസ് കറക്റ്റായിട്ട് ഫിൽട്ടർ ചെയ്ത് പ്രോപ്പർ അലൊക്കേഷനിലാണ്, മീൻസ് പ്രോപ്പർ ഹെഡ്സിലേക്കാണ് അത് പോസ്റ്റ് ചെയ്യുന്നത്, വെരിഫൈ ചെയ്യുക, ഒന്നുകൂടെ റീവോച്ച് ചെയ്യുക എന്ന് പറയുന്നതാണ്. കാരണം ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന ഡാറ്റ എൻട്രി ഇടുന്നതും പ്രോസസ് ചെയ്യുന്ന ഒരാൾ തന്നെ ആകുമ്പോൾ പല മിസ്റ്റേക്സും കണ്ടുപിടിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഫൈനലൈസേഷൻ സമയത്ത് എൻ്റെ അടുത്ത് വരുന്ന പല കേസുകളിലും സൺട്രി ക്രെഡിറ്റേഴ്സ് ഒരു ഫിഗർ, ആക്ച്വലി അവർ കൊടുക്കാനുള്ള വേറെ ഫിഗർ, പിന്നെ ഇതിരുന്ന് റിക്കൺസിൽ ചെയ്യാന്ന് പറയുന്ന പാഠം ഇതാണ്. അതേസമയം ഇപ്പോൾ ഒരു പർച്ചേസിങ് പാർട്ടിയുടെ ചെക്ക് ആ പർച്ചേസ് ചെയ്യുന്ന ആൾ തന്നെ എൻട്രി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ലെഡ്ജർ ബാലൻസ് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അയാൾക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. ഇത് കൂടുതൽ സംഭവിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ABC കമ്പനി ഉണ്ടാവും, ABC ട്രേഡിംഗ് കോർപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന സെലക്ട് ചെയ്യുമ്പോൾ ഒരേ പേര് തന്നെ വരാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെക്ക് മാറാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇത് ഒരാൾ എൻട്രി ഇടുകയും വേറെ ആൾ വെരിഫൈയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈസിലി ഇത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻവാക്സ് കൊണ്ടുപോലെ ഫോക്കസ് ചെയ്ത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. സോ അക്കൗണ്ട്സ് അറിയാത്ത ഒരാൾ തന്നെയാണ് ഈസിലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഏത് അഡ്മിൻ ആളിന് വേണമെങ്കിലും ഓപ്പറേറ്റ്, ഈവൻ ബി ഇറ്റ് ദ ഓണർ, അവർക്ക് സിമ്പിളായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്തെടുക്കാം. വെരി ഗുഡ്.